ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ വേസ് പാറക്കാട്. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്? രാവിലത്തെ ആ ഒരു ബ്രേക്ക് ഡൗൺ കഴിഞ്ഞതിന് ശേഷം, അതായത് ചെറിയൊരു താഴത്തേക്ക് രണ്ടോ മൂന്നോ ക്യാൻഡിൽ കറക്റ്റായിട്ട് ഉണ്ടാക്കിയതിന് ശേഷം ഒരു ഷാർപ്പായിട്ടുള്ള ട്രേഡ് വന്നിട്ടുണ്ടോ എന്ന് വിഷയം വന്നിട്ടുണ്ട്. രാവിലെ ആ ഒരു പുൾ ബാക്ക് കഴിഞ്ഞതിന് ശേഷം ഒരു ട്രേഡ് വന്നിട്ടുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം അതൊരു ക്ലിയർ മൂവ്മെൻറ്റ് അല്ലായിരുന്നു എന്നുള്ളതാണ് റിയാലിറ്റി അല്ലേ. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, മാർക്കറ്റിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മുകളിലേക്ക് കാണുന്നുണ്ടെങ്കിലും താഴത്തേക്ക് കാണുന്നുണ്ടെങ്കിലും ക്വാണ്ടിറ്റി കുറച്ച് മാത്രം പ്ലാൻ ചെയ്യണം എന്നുള്ളത് ക്ലിയർ ആയിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ളതാണ്. മാർക്കറ്റിൽ മൂവ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബോട്ടത്തൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പിൽ വരെ ഏകദേശം എനിക്ക് തോന്നുന്നു 10, 70, 80, 70 ഒരു ഞാൻ ജസ്റ്റ് ഒന്നുകൂടി കൺഫേം ചെയ്തിട്ടെ, 160 230 ആ റേഞ്ച് വരെ ഏകദേശം 70 പോയിന്റ് മൂവ് നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. ബട്ട് ഏറ്റവും ബോട്ടത്തിൽ നിന്ന് പിടിക്കാൻ അറിയോ എന്നുള്ളത് ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നേരത്തെ മുമ്പത്തെ ആ ഒരു ഫോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും അത്യാവശ്യം മോശമില്ലാത്തൊരു ഫോൾ, അത്ര തന്നെ 70 പോയിന്റ് ഫോൾ താഴത്തേക്കും വന്നിട്ടുണ്ട്. അതൊക്കെ ആ ഒരു പ്രിസൈസ് പോയിന്റിൽ പിടിക്കാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. ബട്ട് എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് അറിയില്ല എന്നുള്ളതാണ് റിയാലിറ്റി. ആൻഡ് ഇന്നലെ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, താഴത്തേക്ക് കാണുന്നുണ്ടെങ്കിലും മുകളിലേക്ക് കാണുന്നുണ്ടെങ്കിലും ക്വാണ്ടിറ്റിനെ കുറക്കുക എന്നുള്ളത്, ട്രേഡ് എടുക്കരുത് എന്നുള്ളതല്ല, ക്വാണ്ടിറ്റിനെ കുറച്ച് മാത്രം കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക എന്നുള്ളത്. ആൻഡ് ഇന്നത്തെ നമ്മൾ ലൈവ് മാർക്കറ്റ് ലെവൽസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്കുള്ള ട്രേഡ് തന്നെ ഞാനും ഉണ്ടായിരുന്നത്. ആൻഡ് ചിലപ്പം ഇന്നലെ പറഞ്ഞു എന്ന് പറയുമ്പം മേ ബി താഴെ കമൻ്റായിട്ട് വരാൻ ചാൻസ് ഉണ്ട്, നിങ്ങൾ ഭയങ്കര വിടലാണല്ലോ ബൈ, തള്ളലാണല്ലോ ബൈ എന്നൊക്കെ പറഞ്ഞിട്ട്. പൊന്നുമക്കളെ, ഇത് വേറെ ലീഗാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ട്രേഡർ അല്ല ഞാൻ. നിങ്ങളിപ്പം കണ്ടിട്ടുണ്ടാവുന്ന ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പ്രോഫിറ്റുകൾ മാത്രം ഉണ്ടാക്കുന്ന ട്രേഡേഴ്സ് ആയിരിക്കും. ഞാൻ അങ്ങനെയല്ല. ഇന്നലെ ഞാൻ ലോസ് ഉണ്ടായിട്ടുണ്ട്, ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1/1 മുകളിലുള്ള ഒരു പ്രോഫിറ്റ് കണ്ടു, ഞാനതിൻ്റെ കോസ്റ്റിൽ എടുത്ത് വെച്ചിട്ട് SLA ഹിറ്റായിട്ട് ഇറങ്ങിപ്പോയിട്ടുള്ള മനുഷ്യരാണ്. ഞാൻ ലോസ് ഉണ്ടാക്കുന്ന ട്രേഡറാണ്. ബാക്കിയുള്ള ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്ന ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് ഒന്നും ഉണ്ടാക്കാത്ത ആളുകളാണ്. സോ എൻ്റെ പേർപ്പസ് ഓഫ് ഡൂയിങ് ദിസ് വീഡിയോ എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ല. നിങ്ങളവിടെ താഴെ കമൻ്റായിട്ട് ഇതായിട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനതെല്ലാം വാച്ച് ചെയ്യാറുണ്ട്, ഞാനത് ലെറ്റ് ഇറ്റ് ബി എന്ന് പറഞ്ഞ് വിടാറാണ് പതിവ്. സോ എൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത് യൂട്യൂബിൽ നിന്ന് ഒരു ഇൻകം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതുമല്ല. ഇതിനകത്ത് നിന്ന് മാക്സിമം എന്ത് ഇൻകം കിട്ടുന്നുള്ളത് എനിക്കറിയാം. അതല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ പോളിസിയും കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാർക്ക് മേ ബി അറിയുമായിരിക്കും. സോ എൻ്റെ പേർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഈച്ച് ആൻഡ് എവറി ഡേ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നതിനേക്കാട്ടിലും കൂടുതൽ ബെനിഫിറ്റ് എനിക്കുണ്ടാകുന്നുണ്ട്. ഞാൻ ഈച്ച് ആൻഡ് എവറി ഡേ ഇതിൽ നിന്ന് ഓരോരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഈ തള്ളു ട്രേഡേഴ്സ് അല്ലാതെ, അല്ലെങ്കിൽ പ്രോഫിറ്റ് മാത്രം ഉണ്ടാക്കുന്ന ട്രേഡേഴ്സിൻ്റെ ഗ്രൂപ്പിൽ പെടുക എന്നുള്ളതല്ല. എനിക്ക് മാർക്കറ്റിനെ വായിക്കാൻ പഠിക്കണം എന്നുള്ളതാണ്. എനിക്ക് അവരെക്കാട്ടിലും ഭയങ്കരമായിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കണം അങ്ങനത്തെ അത്യാഗ്രഹങ്ങളൊന്നും എനിക്കില്ല. എനിക്കുള്ളത് കൊണ്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ എനിക്കറിയാം. കാരണം അത് തന്നെ മാർക്കറ്റ് പഠിപ്പിച്ചിട്ടുള്ള പാടാട്ടോ. ഞാൻ അങ്ങനെ ഭയങ്കര നല്ലൊരു മനുഷ്യനൊന്നുമില്ലായിരുന്നു. ആൻഡ് മാർക്കറ്റ് തന്നെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. സോ ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലീഗല്ല. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഇമ്പ്രൂവ് ആവുക, പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ മാർക്കറ്റിനെ സീരിയസ് ആയിട്ട് കാണണം, മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിച്ചെടുക്കണം, അല്ലെങ്കിൽ ഈച്ച് ആൻഡ് എവറി ഡേ മിസ്റ്റേക്കുകളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കുള്ള ലീഗാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവർക്കുള്ള ചാനലാണ്, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. സോ എഗെയിൻ നാളത്തേക്കും ഞാൻ പറയാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത്, മാർക്കറ്റ് ഇന്നിപ്പോൾ ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഏകദേശം 740 ആ റേഞ്ച് മുതലാണ്. ഇന്നത്തെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 800, 850 ആ റേഞ്ചാണ്. 22, 800, 850 എന്നുള്ള റേഞ്ചാണ്. ബ്രോഡർ ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 750 എന്നുള്ള ലെവലാണ്. ആണ് ഓൺ ദ അപ്പർ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 23,000 എന്നുള്ള റേഞ്ചാണ്. സോ ഈ ഒരു റേഞ്ചിനെ മാർക്കറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പം നമ്മൾ തിങ്കളാഴ്ച ഓപ്പൺ ആയി വെച്ചു, തിങ്കളും ചൊവ്വയും ഒരു മൊമെൻറ്റം കിട്ടി. ആൻഡ് ബുധനാഴ്ചയും അല്ലെങ്കിൽ തിങ്കളാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് 2-3 ദിവസം മൊമെൻറ്റം വന്നു. ആൻഡ് അതിനുശേഷം എക്സ്പയറിയോട് അടുക്കുന്ന സമയത്ത് മാർക്കറ്റ് ഒരു റേഞ്ചിനെ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു എക്സ്പയറിനെ ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ വെച്ച് തീർക്കാനുള്ള ചാൻസ് യൂഷ്വലി മാർക്കറ്റിൽ കാണാറുണ്ട്. അതിന് നല്ല മാർക്കറ്റ് നാളെ 23,000 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതൊക്കെ കല്ലെത്താവുന്ന കാര്യം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ മാർക്കറ്റ് ലൈവ് ഇപ്പം മാർക്കറ്റ് അനാലിസിൻ്റെ ലെവൽസ് പറഞ്ഞാൽ പോലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ലൈവ് മാർക്കറ്റിലെത്തുമ്പോൾ ലെവൽസിന് മാറ്റി വരക്കാറുണ്ട്. കാരണം അവിടെ സെൻറ്റിമെൻറ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവുകയാണ്. സോ നാളെ നമുക്ക് നോക്കേണ്ട കാര്യം, മാർക്കറ്റ് 23,000 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. ആൻഡ് 23,000 എന്നുള്ള ലെവൽ മാത്രമല്ല, അവിടെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ലെവൽ കൂടി ഉണ്ട്. അതായത് ലാസ്റ്റ് വന്നിട്ടുള്ള ഫ്രൈഡേ ഉണ്ടായിട്ടുള്ള സെൽ ഓഫ് ക്യാൻഡിലെ ഹൈ എന്ന് പറയുന്ന പോയിന്റ്, അവിടെ ആയിരിക്കും സെല്ലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസുകൾ ഉണ്ടാവുക. സോ ആ ഒരു ലെവലിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ, അതായത് സെല്ലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ മേ ബി ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 23,000 മുകളിലായിട്ടൊരു ബ്രേക്കൗട്ടോ കാര്യങ്ങളോ കാണേണ്ടത് എന്നുള്ളത്.
അതിന് സിമ്പിളായിട്ടുള്ളൊരു ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വീഡിയോ നമ്മൾ തന്നെ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്, ഓപ്ഷൻ ബയ്യർ എങ്ങനെ വായിക്കുക എന്നുള്ള വീഡിയോ. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും എന്താണ് ഇവിടെ സംഭവിക്കുന്ന ചെറിയൊരു മാറ്റം എന്നുള്ളത്. കാരണം അവിടെ പ്രീമിയം DK എന്നുള്ളൊരു പരിപാടി ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ ആകുമ്പോൾ അവർ 23,000 മുകളിൽ അത്ര ഭീകരമായിട്ട് പേടിച്ചോളുന്നില്ല. ഇഫ് ആ ഉണ്ടാവുന്ന മൂവ് എന്ന് പറയുന്നത് ഒരു ഷാർപ്പായിട്ടുള്ള മൂവ് ആണെന്നുണ്ടെങ്കിൽ അവർ പേടിക്കും. കാരണം എന്താ വെച്ചാൽ പ്രീമിയത്തിൽ ഭയങ്കരമായിട്ടുള്ള സ്പൈക്ക് ഉണ്ടാവും. നാളത്തെ ഒരു ദിവസം കഴിഞ്ഞാൽ മറ്റന്നാൾ എക്സ്പയർ ചെയ്യണം. സോ അതുകൊണ്ട് തന്നെ നല്ല സ്പൈക്ക് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ നല്ല മൂവ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നുണ്ടായതുപോലെ പയ്യെ സ്ലോ ആൻഡ് സ്റ്റഡി മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ 23,000 അല്ലെങ്കിൽ 2350 എന്നുള്ള ലെവലൊക്കെ മാർക്കറ്റിൽ എന്താവാൻ ചാൻസ് ഉണ്ട്, ഒരു പ്രോപ്പർ റെസിസ്റ്റൻസ് ആവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് അങ്ങനെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ച് മാർക്കറ്റിൽ എക്സ്പയറിക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത അവിടെ ഉണ്ടെന്നുള്ളതാണ്. സോ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ നമുക്ക് എന്തായാലും ചാർട്ടിലേക്ക് പോകാം. ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചാർട്ടിൽ നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് നിഫ്റ്റി 50യുടെ ചാർട്ടിലാണ്. നിഫ്റ്റി 50യുടെ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാം. ഇപ്പം ഇന്നത്തെ ഒരു ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇന്നലത്തെ ഒരു ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിലും എൻ്റെ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് എന്തായിട്ടുള്ളത്, ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന് സ്റ്റക്ക് ആയിട്ടുള്ളത് അല്ലേ. സോ ഈ ഒരു റേഞ്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എക്സ്പയറിക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട റേഞ്ച് എന്നുള്ള രീതിയിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാം. ഇവിടുന്ന് ഇന്നലത്തെ ദിവസമാണ് 17-ാം തീയതിയാണ്. ഇവിടുന്ന് അഗ്രസീവ് ആയിട്ടൊരു ബൈങ് മൊമെൻറ്റം വന്നിട്ടുണ്ട്. ആൻഡ് ഇന്നലെ ഉണ്ടായ ഈ ഒരു സപ്പോർട്ട് പോയിന്റ് അടുത്തതിൽ എഗെയിൻ പുതിയൊരു ബൈങ് മൊമെൻറ്റം മുകളിലേക്ക് വന്നിട്ടുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ രാവിലത്തെ ഫോൾ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു പോയിന്റ് എന്നാണ്. ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് 23,000 എന്നുള്ള പോയിന്റ് കൂടിയാണ്. സോ ഈ ഒരു റേഞ്ച് മാർക്കറ്റിലൊരു സപ്പോർട്ട് ലെവലായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ലെവലിനെ ഒന്ന് താഴത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാം. 22,750 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം. അത് ബ്രോഡർ ബ്രേക്ക്ഔട്ട് ലെവലായിട്ടാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത്. ഓൺ ദ അപ്പർ സൈഡ് ഞാൻ ഇപ്പം നാളത്തെ ഇതിന് വേണ്ടിയിട്ട് നാളത്തെ ഇൻട്രാഡേയിലേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു രണ്ട് ലെവലായിരിക്കും. 23,000 എന്നുള്ള ലെവലാണ്. ഓൺ ദ ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് 22,890 എന്നുള്ള ലെവൽ കൂടിയായിരിക്കും. സോ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് നിന്ന് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലെറ്റ് ഇറ്റ് ബി ഇവിടെ നിന്ന് ട്രേഡ് ചെയ്തോട്ടെ എന്നുള്ള ലെവൽ തന്നെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടി വരും. മേജർ ബ്രേക്ക്ഔട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ട്രേഡ് ചെയ്തിട്ട് കുറച്ച് സമയം നല്ല രീതിയിൽ നിന്ന് ട്രേഡ് ചെയ്ത് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് 23,100 അതിനുശേഷം 23,200 കാണാൻ പറ്റും. അതൊരു 150 ആ 200 ആ റേഞ്ചിലേക്കുള്ള മൂവ് നമുക്ക് കാണാൻ പറ്റും. അതൊരു ഷാർപ്പായിട്ടുള്ള മൂവ് കിട്ടാൻ ചാൻസ് ഉണ്ട് ഈ അവിടെ നിന്ന് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കുകയാണെങ്കിൽ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ താഴെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമ്മൾ ഇതിനെ തന്നെ പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. ചെറിയ ടാർഗറ്റാണ് നമുക്ക് വരാൻ പോകുന്നത്. ആൻഡ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ SLM കോസ്റ്റിലേക്ക് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ലെവലിന് വേണ്ടിയിട്ട് ട്രയൽ ചെയ്യാൻ പറ്റും. സോ ആ ഒരു രീതിയിലായിരിക്കും നാളത്തേക്ക് എൻ്റെ വ്യൂ ഉണ്ടാവുക. ഈ ഒരു ചാർട്ടിൽ നാളെ ഓപ്പണിംഗ് അനുസരിച്ച് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ആസ് ഓൾവേസ് നമ്മൾ ടെലഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ജോയിൻ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ലിങ്ക് താഴെ ഇരിക്കുന്നുണ്ട്, ജോയിൻ ചെയ്യാവുന്നതാണ്. ആൻഡ് അഗെയിൻ നിഫ്റ്റി ബാങ്കിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നാളത്തേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദ ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഇന്നുണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ലോവസ്റ്റ് പോയിന്റ് തന്നെയാണ്. ഓൺ ദ അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ബട്ട് ഇവിടെ 49,200 എന്നുള്ള ലെവലാണ്. 49,200 അതുപോലെ തന്നെ 48,850 എന്നുള്ള ലെവലിലെ കൂടിയാണ് ഞാൻ നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു രണ്ട് ലെവലിനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സോ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്കോ അല്ലെങ്കിൽ ഈ ലെവലിൻ്റെ താഴത്തേക്കോ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 48,700 എന്നുള്ള ലെവലാണ്. 700 താഴെ വന്നു കഴിഞ്ഞാൽ 48,500 വരെ എത്താനുള്ള ചാൻസ് ഉണ്ട്. സോ ഇവിടെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ടത് ബ്ലൂ ലെവലിനെ നമുക്ക് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുക. കാരണം ഇവിടെ നിന്നാണ് ഇനി മേജർ ബ്രേക്ക് ഡൗൺ ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളത്. സോ ഈ ഒരു പോയിന്റിന് നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ് ഫോർ കമ്മിങ് ഡേയ്സ്. ഓക്കെ, അപ്പം ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 200 മുകളിലേക്ക് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പെൻഡിങ് ആയിട്ടുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെയും കണ്ടിട്ടുള്ളതാണ്. ഇവിടുന്ന് ഒരു ഷോർട്ട് കവറിംഗ് മൂവ് നമുക്ക് അവിടെ പെൻഡിങ് ആണ്. സോ ഇവിടുന്ന് ഒരു മൂവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഒരു ഷോർട്ട് കവറിങ്ങിൻ്റെ പ്രതീക്ഷ അവിടെയുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ ഒരു ലെവൽ 350 എന്നുള്ള ലെവലിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസിനെടുത്ത് കോസ്റ്റിൽ വെച്ചിട്ട് വേണം അടുത്ത ലെവലിനെ പ്ലാൻ ചെയ്യാനായിട്ട്. കാരണം ഇവിടെ നിന്നാണ് ഈ അഗ്രസീവ് ആയിട്ടുള്ളൊരു ഫോൾ. ഇന്നത്തെ രാവിലത്തെ കേസാണ് പറയുന്നത് കേട്ടോ. ലൈക്ക് ഇന്നലെ പോയിട്ട് അവിടെ നിന്ന് ഫോളോ ചെയ്തു എന്നുള്ള രീതിയിലല്ല പറഞ്ഞത്. ഇന്ന് രാവിലെയാണെന്നുണ്ടെങ്കിലും ഇവിടുന്ന് ലാസ്റ്റ് ഡേയിലെ മേജർ ബ്രേക്ക്ഔട്ട്, അതായത് വെള്ളിയാഴ്ചയിലെ മേജർ ബ്രേക്ക്ഔട്ട് ഉണ്ടായിട്ടുള്ളത് ഈ ഒരു പോയിന്റ് നിന്നാണ്. സോ ഈ ഒരു ലെവലിൻ്റെ മുകളിലെങ്കിലും പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഫർദർ അപ്പർ സൈഡിലേക്കുള്ള മൂവിനെ നമ്മൾ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. എഗെയിൻ നിഫ്റ്റി ഫിൻ സർവീസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് 23,230 എന്നുള്ള ലെവലാണ്. അതുപോലെ തന്നെ 310 എന്നുള്ള ലെവലാണ്. സോ ഈ രണ്ട് ലെവലിനെയാണ് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാൻ പോകുന്നത്. ആൻഡ് നിഫ്റ്റി മിഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഇന്നലെ നമ്മൾ വരച്ചിട്ടുള്ള ലെവൽ തന്നെയാണ്. ആൻഡ് 11,080 ആണ്. ആൻഡ് അതുപോലെ തന്നെ 11,200 ആണ്. സോ ഈ രണ്ട് റേഞ്ചിനായിരിക്കും നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാൻ പോകുന്നത്. സോ അനാലിസും കാര്യങ്ങളും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമാണ് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങൾ വീണ്ടും കാണാം. Bye.